ബിദ്അത്തുകാർക്ക് സലാം ചെല്ലരുത് എന്ന് വ്യക്തമായി സമസ്തയുടെ പുസ്തകത്തിലുണ്ട്. അതിലെല്ലാ വിഭാഗവും പെടുമല്ലോ. ഒന്ന് രണ്ട് പേര് മാത്രമല്ല, ഇതുവരെ വന്നതും വരാനിരിക്കുന്നതും എല്ലാത്തിനും ഉൾക്കൊള്ളിച്ച് പരിശുദ്ധ ഖുർആന്റെ ലഫ്ളുകൾ അങ്ങനെ തന്നെ ലഫ്ള് ചുരുങ്ങുക, മാന അധികരിക്കുക, ഇതല്ലേ വാസ്തവത്തിൽ അതിന്റെ ബലാഗത്തൊക്കെ. അങ്ങനെ മനസ്സിലാക്കി സമസ്ത ആ പുസ്തകം ഒന്ന് പുനഃസൃഷ്ടിച്ചപ്പോ ഒന്ന് നന്നാക്കിയെടുത്തപ്പോഴാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അപകടം ഇവിടെ വെറുതെ ഇല്ലാത്ത ആരോപണം ഇവിടെ ഉണ്ടാക്കിയത്. മറ്റൊന്ന് സമസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരോടുകൂടെയാണ് ഞാൻ തീർത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. കേരള സംസ്ഥാനത്തൊക്കെ വാസ്തവത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ അവിടെ പല നേതാക്കന്മാരടുക്കിലേക്കും ഈ ഇലക്ഷനെ നേരിടുന്ന സ്ഥാനാർത്ഥിക്കാർ പോകാറുണ്ട്, പാർട്ടിക്കാർ പോകാറുണ്ട്. അവിടെ പള്ളിയിലെ ഫാദർമാരടുക്കിലേക്ക്, പാതിരിമാരടുക്കിലേക്ക് എല്ലാവരും സ്ഥാനാർത്ഥികൾ പോകും. ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചർച്ചകളിൽ പറയണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ SNDP-ക്കാരെടുത്ത് പോകാറുണ്ട്, NSS-കാരടുത്തേക്ക് പോകാറുണ്ട്. മാത്രമല്ല സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരടുക്കിലേക്കും രാഷ്ട്രീയ പാർട്ടിക്കാർ പോകാറുണ്ട്. അവർ പോയാൽ ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ് അവരെ മുൻനിരയിൽ നിർത്തും. അവസാനം ഇലക്ഷന്റെ 1-2 ദിവസം മുമ്പ് വന്നാൽ ആ ദിവസം വരുമ്പോ അവരവരുടെ നയം പ്രഖ്യാപിക്കും. അപ്പോൾ LDF-ന്റെ കൂടി മറ്റൊക്കെ ഉള്ള സ്ഥാനാർത്ഥിമാരെ കൂടെ നിർത്തിയിട്ടാണ് അവരുടെ നയം അവർ പ്രഖ്യാപിക്കുക. അവർ ഫോണുകളിലുള്ള മെസ്സേജ് അവരെ അയക്കും, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ 9,000-ഓളം മദ്രസയുള്ള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസ, ഇത് ലോഡ്ജിന് നമ്പർ ഇടുന്നത് പോലെയോ വേറെ ആരെങ്കിലും പറയുന്നത് പോലെയുള്ള കണക്കല്ല. എല്ലാ മാസവും 2-ാം ശനിയാഴ്ച ദിവസം കേരളത്തിലുള്ള പേപ്പറുകളിൽ സമസ്തയുടെ വ്യക്തമായ കണക്ക് വരാറുണ്ട്. എല്ലാ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗവും എല്ലാ മാസവും ശനിയാഴ്ച 2-ാം ശനിയാഴ്ചയാണ്. ആ ശനിയാഴ്ചയിൽ അംഗീകരിച്ച മദ്രസയുടെ പേരും അതുവരെയുള്ള മദ്രസയുടെ എണ്ണം കൃത്യമായി പറയാറുണ്ട്. 1 മുതൽ 900, 9,000-ഓളം വരെയുള്ള മദ്രസ. മറ്റു പലവരും പല രൂപത്തിലും എണ്ണിടാറുണ്ട്. ലോഡ്ജുകൾക്ക് നമ്പർ ഇടുന്നത് പോലെ 100 മുതലും 1000 മുതൽ അങ്ങോട്ടൊക്കെ നമ്പർ ഇടാറുണ്ട്. ഞാനതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിശ്ചിതനായ നേതാവ് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന്റെ അടുക്കിലേക്കോ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ അടുക്കിലേക്കോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും പോകാറില്ല. മുസ്ലിം ലീഗുകാർ പോകാറില്ല, കോൺഗ്രസ്സുകാർ പോകാറില്ല, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകാറില്ല, അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും പോകാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള SNDP-ക്കാരടുത്തും NSS-കാരടുക്കിലേക്കും അതുപോലെ തന്നെ ചർച്ചുകളിലേക്കും ഈ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരടുക്കിലേക്കെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പോകാറുണ്ട്. മുസ്ലിം ലീഗുകാർ പോകാറുണ്ട്, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകാറുണ്ട്, അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാർ പോകാറുണ്ട്. എന്തുകൊണ്ട് സമസ്തയുടെ അടുക്കിലേക്ക് പോകുന്നില്ല? സമസ്തയുടെ അടുക്കിലേക്ക് പോകാതിരിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തക്ക് രാഷ്ട്രീയമില്ല എന്ന് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയുന്ന കാര്യമാണ്. വാസ്തവത്തിൽ നമ്മൾക്കറിയാം, സമസ്ത നിലനിൽക്കുന്നത് അല്ലാഹുവിന്റെ ദീന് നിലനിൽക്കാൻ. സമസ്ത എന്നിവിടെ തകരുന്നുവോ അന്ന് അല്ലാഹുവിന്റെ ദീനായിരിക്കും തകരുക, യാതൊരു സംശയ കാര്യത്തിലില്ല. അപ്പൊ സമസ്തയെ തകർക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ ദീനിനെ തകർക്കലാണ്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ദുആ ചെയ്തുണ്ടാക്കിയ പ്രസ്ഥാനം. അതുപോലെ തന്നെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന നമ്മുടെ സുന്ദരമായ മദ്രസ സംവിധാനം ആരുണ്ടാക്കിയതാ? ബഹുമാനപ്പെട്ട സിദ്ദത്ത് റഹ്മാൻ ബാഫക്കി തങ്ങൾ. ആരാണ് ബാഫക്കി തങ്ങൾ? ബാഫക്കി തങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും. ബഹുമാനപ്പെട്ട ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ഓരത്ത് ബഹുമാനപ്പെട്ട അസ്ഗരി തങ്ങളെ കൈകൊണ്ട് സംസം വെള്ളം വാങ്ങി കുടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് 17ാമത്തെ ഹജ്ജിന് പോയപ്പോൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ. ബാഫക്കി തങ്ങളെ പ്രാവശ്യം കാസർഗോഡേക്ക് വന്നപ്പോ കല്ലട്ട് അബ്ദുൽ ഖാദർ ഹാജി സാഹിബിന്റെ വീട്ടിലുണ്ടായപ്പോ തങ്ങൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടായി. ഉടനെ തങ്ങൾ വസിയത്ത് പറഞ്ഞു, ഹാജിയാർ, ഞാൻ മരിക്കൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട്. ഞാൻ മരിച്ചു പോയാൽ എന്റെ മയ്യത്ത് നിങ്ങൾ നീക്കം ചെയ്യരുത്, എന്റെ മയ്യത്ത് നിങ്ങൾ പൊതുദർശനത്തിന് വേണ്ടി വെക്കരുത്, അന്യ പെണ്ണുങ്ങൾക്ക് എന്റെ മയ്യത്ത് നിങ്ങൾ കാണിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ വസിയത്ത്. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട കല്ലട്ട് അബ്ദുൽ ഖാദർ ഹാജി സാഹിബ് ചോദിക്കുന്നല്ലോ, തങ്ങളെ 10-22 മക്കളോളം നിങ്ങൾക്കുണ്ട്, 4 പെണ്ണ് കെട്ടിയ നിങ്ങൾക്ക് 10-22ഓളം മക്കളുണ്ട്. കൊയിലാണ്ടിയിലുള്ള നിങ്ങളെ മക്കൾ വന്നിട്ട് നിങ്ങളെ മയ്യത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയ നേതാവാണ്. മത നേതാവ് മാത്രമല്ല, രാഷ്ട്രീയ നേതാവാണ്. സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാവാണ്. നിങ്ങൾ മരിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ഇവിടെ വരും, സംശയമില്ല കാര്യത്തിൽ. വന്നാൽ ഞങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ കാണിച്ചു കൊടുക്കാതിരിക്കാണ്ട് പറ്റും? മാത്രമല്ല, നിങ്ങളൊരു പൊതുപ്രവർത്തകനാണ്. നിങ്ങളെ കാണാൻ എല്ലാ ജനങ്ങളും വരുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ തടസ്സപ്പെടുത്താൻ പറ്റും? ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം ഒന്ന് മൗനം ദേശിച്ചതിന് ശേഷം ബാഫക്കി തങ്ങൾ പറഞ്ഞു, ഹാജിയാർ, നിങ്ങൾ പ്രയാസപ്പെടേണ്ട, എന്റെ റബ്ബ് എന്നെ സഹായിക്കും, സംശയമില്ല. അതല്ലേ സഹായിച്ചത്.
ഒരാൾ വീഴ്ത്തി വെക്കാൻ അവസരമില്ലാതെ, ഒരു പെണ്ണിനും കാണാൻ അവസരമില്ലാതെ, ഒരു പൊരുദർശനത്തിനും വെക്കാൻ അവസരമില്ലാതെ മഹത്തായ സ്ഥലത്തേക്ക് ഹജ്ജിന്. ഇന്നത്തെ ഹജ്ജ് പോലെ ബിസിനസ് ഹജ്ജല്ല, അങ്ങനെ ആരും കരുതി പോകണ്ട. ഇപ്പോൾ വാസ്തവത്തിൽ ബിസിനസ് ഹജ്ജാണ്, ഹജ്ജ് ബിസിനസ്സാണ്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജ് കച്ചവടം ചെയ്യപ്പെടുന്ന കാലം വന്നാൽ ഖിയാമത്താണ് പ്രതീക്ഷിച്ചോളൂ എന്ന്. റസൂലുള്ള ഹജ്ജിനെ പലവിധമായി പല രൂപത്തിൽ വിശദീകരിച്ചു. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ഒരു കൂട്ടർക്ക് ഹജ്ജ് ഇറക്കാനുള്ളതാണ്, ഇറക്കാനുള്ള ഹജ്ജ്. ഇവിടുന്ന് പോലും വാസ്തവത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പൊക്കെ ചില ആൾക്കാരൊക്കെ ഹജ്ജിന് കൂട്ടിക്കൊണ്ടുപോയിട്ട്, ചില കോളേജിന്റെ ആളൊക്കെ ഹജ്ജിന് കൂട്ടിക്കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് തിരിച്ചു വന്നിട്ട് പറയുന്നത് എവിടെപ്പെട്ടാലും ഇവരെ കൂടെ കൂടിക്കൂടാ. കാരണം അറഫയിലൊക്കെ ദ്വാ ചെയ്യുന്ന സമയത്ത് വരുന്നത് പിരിവിനാണ്. അവിടേക്കും പിരിവ്. അള്ളാഹു താല പിരിവിനായി കണക്കാക്കിയ ഒരു കൂട്ടം, ഒരു വിഭാഗം അള്ളാഹു അവരുടെ ഷറുകളെ തൊട്ട് കാത്തു സലാമത്തിലാക്കുമാറാം. മിനയിലെത്തിയാൽ അവിടെ പിരിവ്. ഞാൻ വെറുതെ പറയുന്നതല്ല, കണ്ടമാനം പൈസ ഇവിടുന്ന് തന്നെ വാങ്ങി മിനയിലെത്തിയാൽ പിരിവ്, അറഫയിലെത്തിയാൽ പിരിവ്. അതും പലതും പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടുള്ള ചൂഷണമാണ്, ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന സ്വഭാവം. നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ഡിതന്മാർക്ക് 3 മാർക്ക് നൽകിയത്. ഒന്നുമല്ലാത്ത സൂപ്പർ വെയിറ്റ് ഇറക്കുന്ന കമ്പനിക്കാർ വരെ അതിന്റെ 3 മാർക്ക് ഇറക്കാറുണ്ട്. കാരണം ഏതൊരു സാധനം കമ്പനിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങും. അതുകൊണ്ട് തന്നെ ഒറിജിനൽ കമ്പനി അതിനൊരു 3 മാർക്ക് നൽകും. സൂപ്പർ വെയിറ്റിന് കാണാം 2-3 വര വരച്ചിട്ട് നടുവിൽ ഒരു വെളുത്ത കുത്ത്, അതിന്റെ 3 മാർക്കാണ്. ഒറിജിനൽ ഉജാല എന്ന് പറയുന്ന സൂപ്പർ വെയിറ്റിന്റെ ഒരു 3 മാർക്കാണ്. എന്നതുപോലെ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞത്, പണ്ഡിതന്മാരുടെ 3 മാർക്ക് പറഞ്ഞത്, അവർ വിനയമുള്ളവരും സൂക്ഷ്മതയുള്ളവരുമായിരിക്കും, സമുദായത്തെ ചൂഷണം ചെയ്യില്ല. ഞാൻ നേരത്തെ മുഹമ്മദ് ബിൻ അബ്ദുള്ള കുഞ്ഞ ഹാജിയുടെ സദസ്സിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ബഹുമാനപ്പെട്ട CM ഉസ്താദിന്റെ വാപ്പ ചമ്പരിക്ക കാളിയാരോട് ചോദിക്കാതെ ബഹുമാനപ്പെട്ട അബ്ദുള്ള കുഞ്ഞ ഹാജിയാരുടെയും വാപ്പ അനങ്ങാറില്ല. ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ചമ്പരിക്ക ഉസ്താദിനോട് ചോദിക്കും. ഈ ഇരിക്കുന്ന മഹാനബറുകളുടെ ഉമ്മാന്റെ വാപ്പയായ ബഹുമാനപ്പെട്ട കാളിയാരോട് ചോദിക്കും. CM ഉസ്താദിന്റെ വാപ്പയോട്, CM ഉസ്താദിന്റെ പങ്ങള മകനാണ് ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട താക്കു ഉസ്താദ് അബറുകൾ. ബഹുമാനപ്പെട്ട അബ്ദുള്ള സാഹിബ് ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ബഹുമാനപ്പെട്ട ചമ്പരിക്ക കാളിയോരോട് ചോദിക്കും. അങ്ങനെ ഏത് മേഖലകളിൽ, ഏത് ഉയർന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ടോ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ CM ഇബ്രാഹിം ഇവിടെയൊക്കെ മന്ത്രിയായി വരച്ചിരുന്ന അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചമ്പരിക്ക കാളിയാരോട് മന്ത്രിപ്പിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ആരെ ബഹുമാനപ്പെട്ട CM ഉസ്താദിന്റെ വാപ്പാനെ സംബന്ധിച്ചു. എങ്കിൽ യഥാർത്ഥം ഞാൻ നേരത്തെ അബ്ദുള്ള കുഞ്ഞ ഹാജി അവരുടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ഏനപ്പയിൽ കമ്പനിയുടെ പകുതി തന്നെ ചമ്പരിക്കയിലുള്ള ബഹുമാനപ്പെട്ട CM ഉസ്താദിന്റെ വാപ്പാക്ക് എഴുതി കൊടുക്കുമായിരുന്നു. ചൂഷണത്തിന്റെ ഒരു അണുമണി തൂക്കങ്ങാനും അവർക്കുണ്ടായിരുന്നെങ്കിൽ ഇല്ല. അവരൊക്കെ പഴയ പാരമ്പര്യം നിലനിർത്തി വളരെ വിനയത്തോടെ, വളരെ സൂക്ഷ്മതയോടെ, വളരെ വിനയത്തോടുകൂടി ജീവിക്കുന്ന മഹാന്മാരാണ്. അങ്ങനെ ചിന്തിച്ചു നോക്കിയ വാസ്തവത്തിൽ എന്റെ വാപ്പിയുമായിട്ടൊക്കെ ഈ നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് ബന്ധമുണ്ട്. വാപ്പാനെ കൂടുതൽ ഈ നാട്ടിൽ വന്നായത് ഒരു ഔലിയ വന്ന പ്രശ്നമായിട്ടാണ്. ഇവിടെ ഒരു ഔലിയ വന്നിരുന്നു അത്ര. അവരെ നമ്മുടെ കോടിമ്പളത്തിൽ അബ്ദുറഹ്മാൻ ചാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളും വാപ്പിയായിട്ട് വലിയ ബന്ധം. ഇവിടെ ഔലിയ ഉണ്ടെന്ന് കേട്ടപ്പോൾ വാപ്പാനെ കൂട്ടിക്കൊണ്ടുവന്ന് ഔലിയാനെ കാണാൻ വന്നപ്പോൾ വാപ്പ ഇസ്ലാമിന്റെ മാനദണ്ഡം തന്നെ സലാം ചെല്ല, പേര് ചോദിക്കുക, വാപ്പാനെ ചോദിക്കുക, പിന്നെ കുടുംബം ചോദിക്കുക സ്വാഭാവമാണല്ലോ. അദ്ദേഹം തങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ വാപ്പിയും തങ്ങളാണ്. നിങ്ങൾ എവിടെയാണ്, കബീൽ എന്താണെന്ന് ചോദിച്ചപ്പം വാപ്പാനെ കൊണ്ടൊരു ചാട്ടം ചാടി. വാപ്പാക്കത് പറ്റിയില്ല. വാപ്പ ഒന്നൊക്കെ ഇനി റോഡ് സൈഡിൽ ഈ മക്ബറയിലോ അതല്ല ജുമാഅത്തോലിലെ മക്ബറയിലോ ഒന്നും അറിയില്ല. അവിടത്തേക്ക് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ കിടക്കുന്നവരാരാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഏഴിമല തങ്ങളെ മകനാണ്. എന്റെ വാപ്പ ഉള്ളത് ഏഴിമലയിലാണ്, സീദ് ഹാമിദ് മുഹമ്മദ് തങ്ങൾ. അവരുടെ വാപ്പ എട്ടിക്കുളം കിടക്കുന്ന